കണ്ണൂർ ചൂട്ടാട് അഴിമുഖത്ത് തിരയിൽപ്പെട്ട ഫൈബർ ബോട്ടിൽ നിന്ന് മത്സ്യത്തൊഴിലാളി കടലിൽ വീഴുന്ന ദൃശ്യം പുറത്ത്. അസം സ്വദേശിയുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു അപകടം. മത്സ്യത്തൊഴിലാളി നീന്തി രക്ഷപ്പെട്ടു. ഒരാഴ്ചക്കിടെ അഴിമുഖത്ത് 3 പേരാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. സുനിലൈസക് ചേരുന്നു. സുനിൽ, വിവരങ്ങൾ. പ്രദേശത്ത് അപകടം ഒരു തുടർക്കഥയാകുന്ന സാഹചര്യമാണുള്ളത്. ഇന്ന് രാവിലെ കൂടിയുണ്ടായ അപകടത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി ഇവിടെ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരാഴ്ചക്കിടയിൽ 3ാമത്തെ ആളാണ് ഇന്ന് രാവിലെ അപകടത്തിൽ മരിക്കുന്നത്. അത് അസം സ്വദേശി അലിയാണ്. ഇയാളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് തൊട്ട് പിന്നാലെയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മറ്റൊരു അപകടം കൂടി ഉണ്ടാവുന്നത്. തിരയിൽപ്പെട്ട് ഫൈബർ ബോട്ടിൽ നിന്ന് മത്സ്യത്തൊഴിലാളി കടലിലേക്ക് വീഴുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തായിട്ടുള്ളത്. അസം ഈ മത്സ്യത്തൊഴിലാളി അവിടുന്ന് പക്ഷേ ഭാഗ്യം കൊണ്ട് നീന്തി രക്ഷപ്പെട്ടു. അവിടെ വലിയ തോതിൽ ഈ പുലിമുട്ട് നിർമ്മാണത്തിൽ അപാകത ഉണ്ടാവുകയും അതേ തുടർന്ന് വലിയ തോതിൽ മണൽത്തിട്ടകൾ രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മണൽത്തിട്ടകളിൽ ഇടിച്ചാണ് ഈ ഫൈബർ ബോട്ടുകൾ സ്ഥിരമായി മറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പുലിമുട്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയം പരിഹരിക്കണമെന്നും അവിടെ മണൽ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ഇന്ന് രാവിലെ മുതൽ തന്നെ പുതിയങ്ങാടിയിൽ നടക്കുന്നുണ്ട്. പുതിയങ്ങാടിയിൽ ഇപ്പോഴും ഉദ്യോഗസ്ഥരെ പുറത്തുനിന്ന് ഗേറ്റ് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. വലിയ പോലീസ് സംവിധാനമൊക്കെ അവിടെ ഉണ്ട്. എന്തായാലും ഫിഷറീസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അടക്കമുള്ള ആൾക്കാർ അവിടെ എത്തുകയും അവരുമായി സമരക്കാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ പുതിയങ്ങാടിയിലെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ശരി സുനിൽ.